ഹായ് നമസ്കാരം. ഇന്നലെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അഹമ്മദാബാദിലെ വിമാനാപകടം. യാത്രക്കാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ജീവനക്കാരും എല്ലാവരും മരണപ്പെട്ടു. അതിൽ ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയും മരണപ്പെട്ടു. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇതുവരെയും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. മക്കൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അമ്മ മരിച്ചു എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണാനിടയായത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാരെ പൗത്രനിട്ടൊരു പോസ്റ്റാണ് കാണാനിടയായത്. വളരെ മോശപ്പെട്ട പോസ്റ്റ്. സ്ത്രീത്വത്തെ അപമാനിക്കുക പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അപമാനം ഇല്ല. അതുപോലെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ജാതിപരമായിട്ടും. ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഗവൺമെൻറ് ജോലിയിൽ മുന്നോട്ട് പോകാൻ എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? ഇയാൾക്കെതിരെ എടുത്ത നടപടി ഗവൺമെൻറ്റിന് അഭിനന്ദിക്കാതെ എന്തായാലും വയ്യ. നല്ലൊരു തീരുമാനമാണ്. ഇയാളെ സസ്പെൻഡ് ചെയ്ത് നല്ലൊരു തീരുമാനമായി. ഇയാളെ സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത്, ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. അതാണ് പറയാനുള്ളത്. ഇത്തരം നാറികളെയൊന്നും ഒരിക്കലും ഗവൺമെൻറ് ജോലി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ജോലി ഒരു നല്ലൊരു ജോലിയുടെ അഹങ്കാരവും അതിൻ്റെ ഒരു ഇതാണ്. ഇയാൾ ഇതിന് മുന്നും ഇതുപോലെ തന്നെ പല ഒരു പോസ്റ്റുകളും ഇടാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇയാളോട് ഗവൺമെൻറ് ചെയ്ത നിലപാട് നന്നായി. എന്തായാലും നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തത്. അതിന് നന്ദി പറയാണ്ട് വയ്യ.